നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും സംയുക്തമായി മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് നൽകിവരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ വിതരണം ചെയ്തു. നക്ഷത്ര തിളക്കം 2025 എന്ന പേരിൽ പടിഞ്ഞാറക്കര സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെ സംസ്കാരത്തിന്റെ ഭാഗമാറ്റാൻ നമുക്ക് സാധിച്ചു. അതിൽ ആൺകുട്ടികളെക്കാൾ ഉന്നതിയിൽ പെൺകുട്ടികൾ എത്തുന്നതാണ് ഇപ്പോൾ നാം കാണുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളത്തിലെ പെൺകുട്ടികൾ പഠനത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനായി 50,000 രൂപയുടെ സ്കോളർഷിപ്പ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 50,000 രൂപ ഏറ്റവും കുറഞ്ഞ സ്കോളർഷിപ്പായി ന്യൂനപക്ഷ വകുപ്പ് കണക്കാക്കി. അതിൽ അപേക്ഷകൾ ഇപ്പോൾ നമ്മൾ ക്ഷണിക്കും. അപ്പോൾ നമ്മുടെ തീരദേശ കുട്ടികൾ മറ്റ് സ്കോളർഷിപ്പുകൾ ലഭ്യമല്ലാത്തവരുണ്ടെങ്കിൽ അതിൽ അപേക്ഷിക്കും. അങ്ങനെ ഓരോ വിഭാഗങ്ങളിലും പ്രത്യേകം സ്കോളർഷിപ്പുകൾ സർക്കാർ നൽകുന്നു. തവനൂർ MLA ഡോക്ടർ KT ജലീൽ അധ്യക്ഷത വഹിച്ചു. അവാർഡിന് അർഹരായ കുട്ടികളുമായി മന്ത്രി സംവാദിച്ചു. കുട്ടികളുടെ ഉന്നത പഠനത്തിനായി മാർഗനിർദ്ദേശങ്ങളും നൽകി. ജില്ലയിലെ 4 ഫിഷറീസ് ഓഫീസുകളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ ലഭിച്ച 51 വിദ്യാർത്ഥികൾക്കും +2 തലത്തിൽ മുഴുവൻ A+ ലഭിച്ച 17 വിദ്യാർത്ഥികൾക്കും കായിക മേഖലയിൽ ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച 4 കുട്ടികളുമടക്കം 134 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. കൂടാതെ 199 പേർക്ക് 25,000 രൂപയുടെ വിവാഹ ധനസഹായവും നൽകി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിമുക്തി ജില്ലാ ലൈസൺ ഓഫീസർ P. ബിജു നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പരിപാടിയിൽ നടന്നു. ഡയറി ഡെവലപ്മെന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ HP മെഹ്റൂഫ് കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നൽകി. മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി സജി M. രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CO. ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT പ്രശാന്ത്, വാർഡ് മെമ്പർ അസ്പ്ര യഹിയ, ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു, മത്സ്യഫെഡ് ജില്ലാ മാനേജർ E. മനോജ്, മത്സ്യബോർഡ് മെമ്പർ PP സൈദലവി, KP ബാപ്പുട്ടി, CP അബ്ദുൾ ഷുക്കൂർ, ഹനീഫ മാഷർ, മഹർഷ കളരിക്കൽ, ഹുസൈൻ ഈസ്പാടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ് കൂട്ടായി. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.